ഹലോ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ സ്കൂളിൽ ഇന്ന് നടന്ന ഫെയർവെൽ പാർട്ടിയുടെ കുറച്ച് അവിടെ ഉള്ള ഭാഗങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഫോൺ പകുതി ആയപ്പോഴത്തേനും ചാർജ് കഴിഞ്ഞ് ഓഫായി. ഞാൻ ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പാർട്ടുകൾ മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടാണ് നിങ്ങളുടെ പരിപാടി തുടങ്ങിയത്. ആദ്യം ഒരു അരമണിക്കൂർ ഔപചാരികത, സ്വാഗതം, ആശംസകൾ, അങ്ങനെയൊക്കെ. പിന്നെ കുട്ടികൾ കയറി അങ്ങോട്ട് തിമിർക്കാൻ തുടങ്ങിയെന്ന് പറയാം. ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, സെൻഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാതെ അന്തം വിട്ടിരുന്ന് കുറച്ച് കസേരകൾ ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയിരിക്കും. കുറേ സാറന്മാർ വന്ന് നമുക്ക് ആശംസകൾ പറയും, നിങ്ങൾ നല്ലോണം പഠിക്കണം, നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയിട്ട് SSLCയിൽ. അതൊക്കെ ആയിരുന്നു അന്നത്തെ സെൻഡ് ഓഫ്. പക്ഷെ ഇപ്പോൾ എത്ര മാറി എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട്. കുട്ടികൾ കളർഫുള്ളാക്കി, ഡ്രസ്സുകളും നല്ല അടിപൊളി പെർഫോമൻസൊക്കെ. ഈ കഴിഞ്ഞ 2 ആഴ്ചയിലെ മക്കൾക്ക് രാവിലെയും വൈകുന്നേരം സീരിയസ് ടെസ്റ്റ്, മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ്, നൈറ്റ് ക്ലാസ്, പ്രീ മോഡൽ എക്സാം തുടങ്ങി അത്രയും റഷായ ഒരു ടൈമായിരുന്നു SSLCക്കാർക്ക്, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. അതിനിടയ്ക്ക് അവരെപ്പോഴാണ് ഇത് പ്രാക്ടീസ് നടത്തിയതെന്നും എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പണിയുണ്ടല്ലോ. ഈ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്യാനും സ്റ്റേജിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അത്യാവശ്യം ടൈം വേണമല്ലോ. എപ്പോഴാണ് ഇവരിതൊക്കെ സെറ്റാക്കിയെന്ന് ഞാനും ഫാരിഷ് മോളും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും ഭയങ്കര പ്രൗഡായി കുട്ടികളെക്കുറിച്ച് ആലോചിച്ചിട്ട്. നമ്മൾ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട്, നമ്മളെല്ലാറ്റിലും കഴിവുള്ളവരാവണം. അല്ല, നല്ല മാർക്ക് വാങ്ങി നമ്മൾ ആൻസർ ഷീറ്റിൽ നല്ല മാർക്ക് ഉണ്ടായിട്ട് മാത്രം കാര്യമൊന്നുമില്ല. എല്ലാ പെർഫോമൻസിലാണെങ്കിലും എല്ലാ തരത്തിലാണെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, എല്ലാത്തിലും പെർഫോം ചെയ്യണമെന്ന് ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാണ് കേട്ടോ. ഫെയർവെല്ല് കഴിഞ്ഞ് നമ്മൾ ആകെ ഒരു അന്തം വിടലാവും. എപ്പോഴാണ് അവരിതൊക്കെയെന്ന് ആ ഒരു തോട്ട് വരും. പിന്നെ സ്റ്റേജിൽ മാത്രമല്ല കേട്ടോ, സ്റ്റേജിന് പുറത്തും നല്ല രീതിയിൽ ആർമാദവും തിമിർപ്പും ഉണ്ട്. പിന്നെ ലാസ്റ്റ് നല്ലൊരു DJ ഒക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ആടി തിമിർത്തിട്ടാണ് ഈ ഫെയർവെൽ പാർട്ടി അവസാനിച്ചത്. എന്തായാലും ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു.